ഷിഗല്ല വ്യാപനത്തിനെതിരെയുള്ള ക്ലോറിനേഷൻ നടപടികൾ ഇന്ന് തുടങ്ങും. ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും കോളേജുകളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യും. നിലവിൽ 3 വിദ്യാർത്ഥികൾ ഷിഗല്ല ബാധിച്ച് ചികിത്സയിലാണ്. 58 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കാളിദാസൻ ദേവദത്തം വയനാട് ദൂരങ്ങളും ചേരുന്നു. കാളി, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ നേരത്തെ ആ സ്കൂളിന്റെ കാര്യം കോളിയാട് സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് കുറച്ച് ആശങ്കാഭരിത സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഷിഗല്ല അത്ര പ്രശ്നമുള്ള സാധനം അല്ലെങ്കിൽ കൂടിയും അത് വല്ലാത്ത രീതിയിൽ പകർച്ച ഉണ്ടാക്കുന്ന ഒന്നാണ്. മാത്രമല്ല അത്ര അങ്ങ് സിംപ്ലിഫൈ സാധാരണ പനി പോലെ കാണേണ്ട ഒന്നും അല്ല താനും. അപ്പോൾ ഈ സ്കൂളുകളിലെ ക്ലോറിനേഷൻ എങ്ങനെയാണ്, എപ്പോഴാണ് തുടങ്ങുക, എത്രത്തോളം ഗൗരവത്തിൽ അതിനെ കാണണം കളി? ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, പ്രവിത. അത്രത്തോളം ഗുരുതരമായി തന്നെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു സ്കൂളിലെ 800-ൽ പരം കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ, ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങൾ പ്രകടമായ ഒരു സംഭവമാണ്. അപ്പോൾ ആ സ്കൂളിലേതടക്കം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും ഒക്കെ തന്നെ കിണറുകളൊക്കെ തന്നെ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നടപടികളൊക്കെ തന്നെ കടക്കുകയാണ്. ഒരു സ്പെഷ്യൽ ഡ്രൈവ് എന്ന രീതിയിലാണ് അധികൃതരും ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുമിച്ച് ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇനി അങ്ങോട്ട് വേണ്ടത്. ഇതിനെ തടയാൻ വേണ്ടി, ഈ ഷിഗല്ല വ്യാപനത്തെ തടയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള നാളുകളിൽ വേണം. അത്രത്തോളം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതൊക്കെയാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഉന്നതതല യോഗത്തിന് ശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അതൊക്കെയാണ് ഈ തീരുമാനങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുന്നു ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും. സ്പെഷ്യൽ ഡ്രൈവ്, കിണർ ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും കോളേജുകളും ഒക്കെ തന്നെ അവിടുത്തെ കിണറുകളിലെ വെള്ളമെല്ലാം ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം മാർ ബസീലിയോസ് AUP സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്നെത്തും എന്നും കൂടിയാണ്. ഇപ്പോൾ നിലവിൽ 3 വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. 58 പേർ രോഗലക്ഷണങ്ങളോടെ. കാളിദാസൻ ദേവദത്തമാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.